വിശുദ്ധ ഔസേപ്പിതാവിന്റെ പേരിലുള്ള ദേവാലയമാണിത്. നമ്മൾ ഇവിടെ വിശുദ്ധ ഔസേപ്പിതാവിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന അവസരത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ കൂടി സംയുക്തമായിട്ട് ആഘോഷിക്കുന്നു. ഇന്നത്തെ രണ്ടാമത്തെ വായനയ്ക്ക് മുമ്പുള്ള ഗീതത്തിൽ നമ്മൾ പാടിയ അവസരത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. അവിടെ പാടിയത് നീതിമാനായ മറിയ ഔസേപ്പിൻ സ്മരണ ആചരിക്കുന്ന ഈ സുദിനത്തിൽ എന്ന്. ഇപ്പോൾ വിശുദ്ധ ഔസേപ്പിതാവിനെ പറ്റി ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും സുന്ദരമായിട്ടുള്ളതും എന്നാൽ ചുരുങ്ങിയ വാക്കുകളിൽ വിശേഷിപ്പിച്ചിരിക്കുന്നതുമായിട്ടുള്ള ഒരു വചനമാണ് അവളുടെ ഭർത്താവായ ഔസേപ്പ് നീതിമാനായിരുന്നു എന്ന്. അപ്പോൾ നീതി എന്താണ്? അർഹമായിട്ടുള്ളവന് അർഹമായിട്ടുള്ളത് നൽകുന്നതാണ് നീതി എന്ന്. അപ്പോൾ നീതിക്ക് വേണ്ടി സമരം ചെയ്യുന്നവരെയൊക്കെ നമ്മൾ ഈ ദിവസങ്ങളിൽ ആശാവർക്കന്മാര് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ അവരുടെ നീതിക്ക് വേണ്ടിയിട്ട് കിട്ടാനുള്ള ശമ്പളത്തിന് വേണ്ടിയിട്ട് അർഹമായിട്ടുള്ള ശമ്പളത്തിന് വേണ്ടിയിട്ട് സമരം ചെയ്യുന്നതായിട്ട് നാം കാണുന്നുണ്ട്. അതുപോലെ തന്നെ പല സമരങ്ങളും നമ്മൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അവിടെയെല്ലാം നീതിക്ക് വേണ്ടിയിട്ടാണ്, അർഹമായിട്ടത് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ സമരം ചെയ്യുന്നു. അപ്പോൾ സ്വന്തം ഇഷ്ടത്തെ മാറ്റിവെച്ചുകൊണ്ട് വിശദീകരണം ആവശ്യപ്പെടാതെ, പരാതിയില്ലാതെ, അസാധാരണമായിട്ട് യാതൊന്നും ചെയ്യാതെ ദൈവഹിതത്തെ സ്വന്തം ഹിതമാക്കി മാറ്റിയ ഒരു വിശുദ്ധനാണ്. അങ്ങനെയുള്ള ഒരു വിശുദ്ധന്റെ ചിത്രം, സജീവമായിട്ടുള്ള ചിത്രമാണ് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 19-ാം വാക്യത്തിൽ പറയുന്നത് അവൻ നീതിമാനായ വ്യക്തിയായിരുന്നുവെന്ന്. വിശുദ്ധ ഔസേപ്പിതാവിന് വേണ്ടിയിട്ട് നമ്മുടെ ഇപ്പോഴത്തെ മാർപ്പാപ്പ ഔസേപ്പിതാവിന്റെ വർഷമായിട്ട് തന്നെ ഒരു വർഷം മാറ്റിവെക്കുകയും പല അവസരങ്ങളിലും മാർപ്പാപ്പ തന്നെ പറയുന്നുണ്ട്, എൻ്റെ റൂമിൽ ഞാൻ ഒരു രൂപം വെച്ചിട്ടുണ്ട് ഔസേപ്പിതാവിൻ്റെതെന്ന്. അതെപ്രകാരമുള്ള രൂപമാണ്? കുട്ടികൾക്കൊക്കെ സ്വല്പം പരിചയമുണ്ടോ, ഓർമ്മയുണ്ടോ, കേട്ടിട്ടുണ്ടോ? കുട്ടികൾക്കില്ല, ഞാൻ മുതിർന്നവരോട് ചോദിക്കും. ഉറങ്ങുന്ന ഔസേപ്പിതാവിന്റെ രൂപമാണ് നമ്മുടെ മാർപ്പാപ്പ വളരെ ഭക്തിയോടുകൂടി അദ്ദേഹത്തിന്റെ റൂമിൽ സൂക്ഷിച്ച് പ്രാർത്ഥിക്കുന്നത്. കാരണം ഉറക്കത്തിലാണ് വിശുദ്ധ ഔസേപ്പിതാവിന് എന്ത് ചെയ്യണമെന്നുള്ള നിർദ്ദേശങ്ങൾ ലഭിച്ചത്. ഉറക്കത്തിൽ ലഭിച്ച കർത്താവിന്റെ അരുളപ്പാടുണ്ടായപ്പോൾ പല സങ്കടകരമായിട്ട് അവസരങ്ങളിലും ദൈവഹിതമായിട്ട് സ്വീകരിച്ചുകൊണ്ട് അതിനെ സ്വജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് വിശുദ്ധ ഔസേപ്പിതാവ്. അപ്പോൾ അദ്ദേഹം നീതിമാനായിരുന്നു. ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവത്തിനും, മനുഷ്യന് കൊടുക്കേണ്ടത് മനുഷ്യനും കൊടുത്ത വ്യക്തി. ഇപ്രകാരം ദൈവത്തിനും മനുഷ്യനും നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കടമകൾ കൊടുക്കുന്നതായി തീരുന്ന അവസരത്തിൽ നീതിമാനായി തീരുന്നു, അല്ലെങ്കിൽ വിശുദ്ധരായി തീരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നീതി എന്നുള്ളത് വിശുദ്ധിയാണ് എന്ന് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. അത് യോഹന്നാന്റെ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ പ്രത്യാശയുള്ളവൻ അവിടുന്ന് വിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ വിശുദ്ധനായിരിക്കുന്നു. നീതി പ്രവർത്തിക്കാത്ത ഒരുത്തനും ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല എന്ന്. അപ്പോൾ സ്നേഹവും നീതിയും വിശുദ്ധിയുമെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കഴിയുന്ന, പരസ്പരം ബന്ധപ്പെട്ട കാര്യങ്ങളാണ്.
അപ്പോൾ ഇതെല്ലാം ദൈവത്തിന്റെ സവിശേഷകളാണ് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. അപ്പോൾ യഹൂദ പാരമ്പര്യമനുസരിച്ച് വിവാഹത്തിന് 1 വർഷം മുമ്പായിട്ട് അവർ വിവാഹ നിശ്ചയം ചെയ്യും. അപ്പോൾ വിവാഹ നിശ്ചയം ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ഇന്നത്തെ കാലത്താണെങ്കിൽ ഫോണൊക്കെ കൊണ്ട് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി, അപ്പോൾ ഇല്ലെങ്കിൽ തന്നെ അവർ പരസ്പരം കഴിയുന്നിടത്തൊക്കെ കാര്യങ്ങളൊക്കെ പങ്കുവെക്കുമായിരുന്നു. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ പരിശുദ്ധ അമ്മയ്ക്കുണ്ടായ ദർശനത്തെ പറ്റി പരിശുദ്ധ അമ്മ യൗസേ പിതാവിനോട് പറഞ്ഞു എന്ന് ഞാൻ ന്യായമായിട്ട് അനുമാനിക്കുകയാണ്. അതാണ് അദ്ദേഹത്തെ അസ്വസ്ഥനാക്കിയത്. ദൈവത്തിന്റെ അമ്മയായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയെ എന്റെ സ്വന്തമായിട്ട് സ്വീകരിക്കുന്നത് ശരിയാണോ എന്നുള്ള ആ ചിന്ത അദ്ദേഹത്തെ അസ്വസ്ഥനാക്കി. ഒരു ഭാഗത്ത് ദൈവത്തിന് കൊടുക്കാനുള്ള വ്യക്തി എന്റെ സ്വന്തമായി സ്വീകരിക്കുന്നതിലുള്ള ആ സന്ദേഹം, മറുഭാഗത്ത് തന്റെ ഭാര്യയായി സ്വീകരിക്കേണ്ട വ്യക്തിയെ താൻ സമൂഹത്തിന് മുമ്പിൽ വേണ്ട എന്ന് പറയുമ്പോൾ സമൂഹത്തിന് മുമ്പിൽ അവൾക്കുണ്ടാകുന്ന അപമാനം, ഇതെല്ലാം വിശുദ്ധ ഔസേ പിതാവിനെ അവളെ പിടിച്ചു കുലുക്കി കാണും. മറിയത്തെ അവൾക്ക് അവളുടെ വെളിയിൽ വിടുവാനുള്ള ഒരു വിളി ഒരു ഭാഗത്ത് നിന്ന്, അതോടൊപ്പം തന്നെ സമൂഹത്തിന് മുമ്പിൽ അവൾ ഉപേക്ഷിക്കപ്പെടുമോ അല്ലെങ്കിൽ അവളാൽ പരിഹസിക്കപ്പെടുമോ എന്നുള്ള ആ ചിന്ത മറുവശത്ത്. ഈ അവസരത്തിലാണ് ദൈവദൂതന്റെ ദർശനം വിശുദ്ധ ഔസേ പിതാവിന് ലഭിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ നീതി സമ്മാനിക്കപ്പെടുന്നതാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. അപ്പോൾ ദൈവപുത്രനെയും മാതാവിനെയും സംരക്ഷിക്കേണ്ടതായിട്ടുള്ള ഭാരിച്ച കടമയാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. മറുചോദ്യമൊന്നും ചോദിക്കാതെ യൗസേപ്പ് നീതിയോടെ അഥവാ വിശുദ്ധിയോടെ മറിയത്തെ തന്റെ ഭാര്യ തന്റെ സഹധർമ്മിണിയായി സ്വീകരിക്കുന്നു നമുക്കിവിടെ കാണുവാൻ സാധിക്കും. വിശുദ്ധിയുടെ തികവാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ വിശുദ്ധ ഔസേ പിതാവിന്റെ പരിശുദ്ധമായിട്ടുള്ള ജീവിത മാതൃക നമുക്ക് ഓരോരുത്തർക്കും പ്രചോദനമാകേണ്ടിയിരിക്കുന്നു. ദൈവിക പരിപാലനയിൽ നമുക്ക് വേണ്ടി രൂപപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമുക്ക് ദൈവം നൽകുന്ന ജീവിത സാഹചര്യങ്ങളിൽ തൃപ്തിയില്ലാതെ ദൈവത്തെ പഴിച്ചും അസംതൃപ്തരായും പലപ്പോഴും നാം ജീവിക്കാറുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങൾ ദൈവിക പദ്ധതികളായ പലതും വന്നണയുന്ന അവസരത്തിൽ നാം ദൈവത്തെ കുറ്റപ്പെടുത്തുന്നു, മറ്റുള്ളവരെ പഴിചാരുന്നു. ഇങ്ങനെ അവസരങ്ങളിൽ വിശുദ്ധ ഔസേ പിതാവ് തന്റെ ജീവിതത്തിൽ വന്ന അവസരങ്ങളെ എപ്രകാരമാണ് സ്വീകരിച്ചത്? അതാണ് നമ്മുടെയൊക്കെ ജീവിത മാതൃകയായിട്ട് നമ്മൾ കൊണ്ടാകുന്നത്. എവിടെയും നീതി നിഷേധിക്കപ്പെടുന്ന ചിത്രമാണ്, നീതിക്ക് വേണ്ടി കരയുന്നവരുടെ കേഴുന്നവരുടെ ചിത്രമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ബലഹീനരെ ചൂഷണം ചെയ്യുന്ന ബലവാന്മാർ, പരസ്പരം കടമയും ഉത്തരവാദിത്വവും ചെയ്യുന്നതിൽ നിന്ന് പിന്മാറുന്ന വ്യക്തികൾ, അപ്പോൾ ഇങ്ങനെയുള്ള കടമകൾ ചെയ്യുമ്പോൾ സ്വന്തം ഇഷ്ടം നടക്കാത്തത് കൊണ്ട് പീലാത്തോസിനെ പോലെ കൈ കഴുകുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ, ഫലമോ നന്മയ്ക്ക് പകരമായിട്ട് തിന്മ ചെയ്യിക്കുന്നു. അതാണ് രണ്ടാമത്തെ വായനയിൽ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത്. ഞാൻ ആഗ്രഹിക്കാത്ത തിന്മ എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രവർത്തിക്കുന്നു. അവിടെയാണ് തിന്മയെ നന്മ കൊണ്ട് നേരിട്ട് തിന്മ വിജയം വരിക്കുന്ന ജീവിതത്തിൽ നാം ജീവിക്കണം. അതിന് നീതിയുടേതായിട്ടുള്ള ജീവിതമാണ് നമ്മൾ നയിക്കേണ്ടത് എന്ന് വിശുദ്ധ ഔസേ പിതാവ് നമുക്ക് പറഞ്ഞു തരികയാണ്. ദൈവഹിതമനുസരിച്ചുള്ള ജീവിതമാണ്
നീതിയുടെ ജീവിതമെന്ന് വിശുദ്ധ ഔസേപ്പ് പിതാവ് നമ്മെ പഠിപ്പിക്കുന്നു. നീതിയുടെ ജീവിതം നയിക്കണമെങ്കിൽ അത് വേദനാജനകമായിട്ടുള്ള ജീവിതമായിരിക്കും, ത്യാഗത്തിൻ്റെതായിട്ടുള്ള ജീവിതമായിരിക്കും. നമ്മുടെ സഹോദരങ്ങൾക്ക് സ്നേഹവും സാന്നിധ്യവും സഹായവും സാന്ത്വനവും നൽകുമ്പോൾ നമ്മൾ നീതിപൂർവം വർദ്ധിക്കുന്ന വ്യക്തികളായി തീരും. അപ്പോൾ അതിന് നമ്മൾ സഹോദരങ്ങൾ എന്ന് പറയുമ്പോൾ അങ്ങ് അകലെ പോകേണ്ട കാര്യമല്ല, അതിൻ്റെ കുടുംബമായിരിക്കണം, എൻ്റെ ഏറ്റവും അടുത്തവരായിരിക്കണം. പിന്നെ അത് വിശാലമായിട്ടുള്ള അർത്ഥത്തിൽ ലോകത്തിനും സമൂഹത്തിനും സ്നേഹവും സന്തോഷവും സംതൃപ്തിയും നൽകുന്ന കരഗതമാകുന്ന വിധത്തിൽ നാം പ്രവർത്തിക്കണം. അപ്പോൾ ഈ നീതി വിശുദ്ധ ഔസേപ്പ് പിതാവ് തന്റെ സാധാരണ ജീവിതത്തിലൂടെയാണ് പ്രാവർത്തികമാക്കുന്നത് എന്ന് വളരെ വ്യക്തമാക്കുന്നുണ്ട്. അന്നേരത്തെ അപ്പത്തിനു വേണ്ടി അധ്വാനിച്ച അതിനുവേണ്ടി അത്യധ്വാനം ചെയ്ത ഒരു വ്യക്തിയായിരുന്നു, സാധാരണ മനുഷ്യനായിരുന്നു വിശുദ്ധ ഔസേപ്പ് പിതാവ്. അതൊക്കെ നമ്മുടെ തന്നെ ജീവിതവുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്തുന്നതിന് സാധിക്കും. നമ്മളൊക്കെ അന്നത്തെ അപ്പത്തിന് വേണ്ടി കഠിന അധ്വാനം ചെയ്ത് ഈ പറമ്പിലും അത് പശുവിനെ വളർത്തിയും അല്ലാതെയൊക്കെ ജീവിക്കുന്നവരാണ്. വിശുദ്ധ ഔസേപ്പ് പിതാവ് തച്ചൻ്റെതായിട്ടുള്ള പണി ചെയ്തുകൊണ്ടാണ് തൻ്റെ അന്നത്തെ അപ്പത്തിന് ഉപജീവനത്തിനുള്ള മാർഗം കണ്ടുപിടിച്ചത്. അസാധാരണമായിട്ടുള്ള കഴിവുകളോ അത്ഭുത സിദ്ധികളോ അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന് നമ്മൾ ബൈബിളിൽ കാണുന്നില്ല. ലോകത്തിന്റെ പ്രശംസ പിടിച്ചു പറ്റാൻ തക്കതായിട്ട് യാതൊന്നും അദ്ദേഹം പ്രവർത്തിച്ചില്ല. സാധാരണ ജീവിതം നയിച്ച് കടന്നുപോയ ഒരു പാവപ്പെട്ട വ്യക്തി. അപ്പോൾ സ്വപ്നത്തിലൂടെ മറിയത്തെ സ്വീകരിക്കുവാൻ അത്ഭുത വെളിപാട് ലഭിച്ച അവസരത്തിൽ വേദന അനുഭവിച്ചാണെങ്കിലും അദ്ദേഹം അത് 2 കണ്ണുമടച്ച് പ്രാവർത്തികമാക്കി. സാധാരണത്വങ്ങളിലൂടെ ജീവിച്ചുകൊണ്ട് വിശുദ്ധ ഔസേപ്പ് സകല പുണ്യങ്ങൾക്കുടെയും ജീവിത മാതൃകയായി നമ്മുടെ മുമ്പിൽ വിലസുന്നു. വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ ജീവിതവും നമ്മുടെ ജീവിതവുമായിട്ട് വിലയിരുത്തേണ്ടിയിരിക്കുന്നു, തട്ടിച്ചു നോക്കേണ്ടിയിരിക്കുന്നു. നാം പലപ്പോഴും അസാധാരണങ്ങളുടെ പിന്നാലെ പോകുന്നവരാണ്. സാധാരണങ്ങളുടെ ഇടയിൽ അസാധാരണക്കാരായി പ്രത്യക്ഷപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. അത്ഭുതങ്ങളുടെ അടയാളങ്ങളുടെ പിന്നാലെ പോകുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. സാധാരണ ജീവിതം നയിക്കുവാൻ സാധാരണമായിട്ടുള്ള സാഹചര്യങ്ങളിൽ കടന്നു പോകുന്നതിന് നമ്മൾ തയ്യാറാകുന്നില്ല. ദൈവകരം മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ തയ്യാറാകുന്നില്ല. കാരണം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ലോകത്തിന്റെ പ്രശംസയും അധികാരത്തിനോ പേരിനും പ്രശസ്തിക്കും വേണ്ടിയിട്ടുള്ള നെട്ടോട്ടമാണ് ഉള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള ആഗ്രഹമാണ് നമ്മളിലുള്ളത്. സാധാരണ സാഹചര്യങ്ങളിൽ പരാതിയില്ലാതെ അവിടുത്തെ ഹിതം നിറവേറ്റി നമ്മുടെ സഹോദരങ്ങൾക്ക് സ്നേഹ ശുശ്രൂഷ ചെയ്ത് നൽകിക്കൊണ്ട് നമുക്ക് ജീവിക്കാം. അപ്പോൾ വിശുദ്ധ ഔസേപ്പ് പിതാവിനെ പോലെ നമുക്കും വിശുദ്ധരായി തീരുന്നതിന് സാധിക്കും. അത് നീതി എന്ന് പറയുന്നത് പരിപൂർണതയാണ്. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണനായിരിക്കുവാനാണ് കർത്താവ് സുവിശേഷത്തിലൂടെ നമ്മളോട് പറയുന്നത്. നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും പരിസരരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ, അതിലംഘിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിന് കഴിയുകയില്ല. നിയമത്തെയോ പ്രവാചകന്മാരെ ഇല്ലാതാക്കുവാനല്ല, അവിടുത്തെ അത് പൂർത്തിയാക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നതാണ് യേശുനാഥൻ പറഞ്ഞിരിക്കുന്നത്. ആ യേശുനാഥൻ തന്നെയാണ് നമ്മളോട് പറയുന്നത്. അവർ യഹൂദർക്കുണ്ടായിരുന്ന തെറ്റായിട്ടുള്ള ധാരണകൾക്ക് വിരുദ്ധമായി യേശു പറയുകയാണ്, നിന്റെ സഹോദരനെ കോപിക്കുന്നുവെങ്കിൽ നീ നരകാഗ്നിക്ക് വിധിക്കപ്പെടും. ഹോഷായ എന്ന് വിളിക്കുന്നെങ്കിൽ ന്യായാധിപ സംഘത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്ന്.
അപ്പോൾ ഓരോ പ്രമാണങ്ങൾ യേശു വളരെ വ്യക്തമായിട്ട് വിശദീകരിക്കുകയാണ്. അപ്പോൾ അവിടെയെല്ലാം സർവപ്രധാനമായിട്ട് നീതിയുടെ, സ്നേഹത്തിന്റെ, സഹോദരത്തിന് ജീവിതം നയിക്കണമെന്നാണ് തമ്പുരാൻ നമ്മളോട് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ജീവിതം നയിക്കുമ്പോൾ നീതിയുടെ ജീവിതമാണ്, വിശുദ്ധിയുടെ ജീവിതമാണ് നമ്മൾ നയിക്കുന്നത്. ദൈവത്തെ ദൈവമായിട്ട് അംഗീകരിക്കുകയും ദൈവത്തിന് കൊടുക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥമായിട്ടുള്ള ആരാധന. അങ്ങനെയുള്ള ഒരു ആരാധനയിലേക്കാണ് നമ്മൾ ഇവിടെ ദിവ്യയിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത്. ദിവ്യകാരണ സ്വീകരണത്തിന് ശേഷം നമ്മൾ വൈദികൻ ചെല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്: നല്ല കള്ളനോടും നിന്റെ അഭിഷ്ടം നിറവേറ്റുന്ന നീതിമാന്മാരോടും കൂടെ പർദീസായിൽ നിന്നെ സ്തുതിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന്. നല്ല കള്ളനോടും നിന്റെ അഭിഷ്ടം നിറവേറ്റുന്ന നീതിമാന്മാരോടും ഒന്നിച്ച് പർദീസായിൽ നിന്നെ സ്തുതിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന് വിശുദ്ധ കുർബാന നമ്മെ പർദീസായിലേക്ക് നയിക്കുന്ന നീതിയുടെ ജീവിതത്തിലേക്ക് വളർത്തുന്നതിന് നമ്മെ സഹായിക്കട്ടെ. വിശുദ്ധ ഔസേപ്പിതാവിന്റെ ജീവിത മാതൃക നീതിമാനായിട്ട് ദൈവത്തിന് നൽകേണ്ടത്, മറിയത്തിന് നൽകേണ്ടത്, ഉണ്ണിയേശുവിന് നൽകേണ്ടത്, സഹോദരങ്ങൾക്ക് നൽകേണ്ടത് കൃത്യമായിട്ട് വിശ്വസ്തയോട് നിർവഹിച്ച് നൽകിക്കൊണ്ട് വിശുദ്ധിയിൽ ജീവിച്ച, സഹോദരത്തിൽ ജീവിച്ച ആ വിശുദ്ധ ഔസേപ്പിതാവിന്റെ മാധ്യസ്ഥം നമ്മെ ശക്തിപ്പെടുത്തട്ടെ. അല്ലാതെ കണ്ട് ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അബദ്ധ വിശ്വാസങ്ങളുടെ പിന്നാലെ പോകുന്നവരാകരുത്. അപ്പോൾ ദൈവം നിങ്ങളുടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാത്രം രക്ഷപ്പെടും. അതുകൊണ്ട് വിശുദ്ധരോടുള്ള വണക്കം നമ്മുടെ വിശ്വാസമല്ല എന്ന് പറയുന്ന തെറ്റായിട്ടുള്ള ധാരണയല്ല. തിരുസഭയുടെ മധ്യസ്ഥനായിട്ട് തിരുസഭാ മാതാവ് വിശുദ്ധ ഔസേപ്പിതാവിനെ കാണുന്നു. അമ്മത്രേസ്യാണ് വിശുദ്ധ ഔസേപ്പിതാവിനുള്ള ഭക്തി തിരുസഭയിൽ വളരെ ശക്തമാക്കിയത്. അവൾ പറയുന്നു, വിശുദ്ധ ഔസേപ്പിതാവിനോട് ഞാൻ യാചിച്ചതായിട്ടുള്ള യാതൊന്നും എനിക്ക് നിരസിച്ചിട്ടില്ല എന്ന്. അത് കുറച്ചുകൂടി വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ അടുത്തുള്ള ഇവിടെ CMC സിസ്റ്റേഴ്സ് ആണ്. CMC സിസ്റ്റേഴ്സിന്റെ ഇടയ്ക്ക് പോയി അമ്മത്രേസ്യയുടെ ആത്മകഥയിലെ 6-ാമത്തെ അധ്യായത്തിൽ വിശുദ്ധ അമ്മത്രേസ്യ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ട് വിശുദ്ധ ഔസേപ്പിതാവിനോടുള്ള ഭക്തി. അത് നിങ്ങൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. അപ്പോൾ സ്നേഹമുള്ളവരെ, നമുക്ക് നീതിയിലും വിശുദ്ധിയിലും നമ്മുടെ ജീവിതത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും മക്കൾക്കും കൊടുക്കുവാനുള്ളത് നീതിപൂർവം കൊടുത്തുകൊണ്ട് ദൈവത്തിനും മനുഷ്യനും പ്രീതിയുള്ളവരായി ജീവിക്കുന്നതിനുള്ള വലിയ കൃപയ്ക്കായിട്ട് ദിവ്യയിൽ പ്രാർത്ഥിക്കുക. വിശുദ്ധ പിതാവിന്റെ മാധ്യസ്ഥം നമ്മളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ.